പത്തനംതിട്ട കോഴഞ്ചേരിയിൽ 72കാരിയുടെ മാല കവർന്ന കേസിൽ പ്രധാന പ്രതി പിടിയിലായി. റാന്നി സ്വദേശിയായി ബിനു തോമസ് ആണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ രാത്രി 2 മണിക്ക് പത്തനംതിട്ടയിലെ ലോഡ്ജിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. അഭിലാൽ തന്നെ ഇതിന്റെ വിവരങ്ങൾ നൽകും. അഭിലാൽ, ഇയാൾ നേരത്തെയും ഇത്തരം കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണോ? മാലമോഷണം, വാഹനമോഷണം അടക്കം 16 കേസുകളിലെ പ്രതിയാണ് പിടിയിലായിട്ടുള്ള ബിനു തോമസ്. റാന്നി കരികുളം സ്വദേശിയായിട്ടുള്ള ഇയാളെക്കുറിച്ച് വിശദമായി പോലീസ് അന്വേഷിച്ചു വരികയാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് പുറമെ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലും ഇയാൾക്ക് കേസുകളുണ്ട്. ഈ മാസം 1-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടി കായംകുളത്തു നിന്ന് മോഷ്ടിച്ച ഒരു ബൈക്ക് ആണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. ഈ ബൈക്കിലെത്തിയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 7-ഓടുകൂടി പള്ളിയിലേക്കുള്ള യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ച 72കാരിയായ ഉഷ ജോർജ് എന്ന വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന മാല പറിച്ചുകൊണ്ട് കടന്നുപോയത്. ഇങ്ങനെ ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു, CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. 3 പേർക്ക് ഈ സംഭവവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. അതിൽ 2 പേർ ഇരുചക്ര വാഹനത്തിൽ എത്തിയതാണ്. പ്രധാനി ബിനു തോമസും സഹായിയായിട്ടുള്ള ബിനേഷ് കൊടുമൺ സ്വദേശിയുമാണ്. മറ്റൊരാൾ ഈ കേസിൽ ഇവരുടെ സഹായിയായി പ്രവർത്തിക്കുകയും മാല വിറ്റ് നൽകുകയും ചെയ്ത ആളാണ്. ഈ അവസാനം സൂചിപ്പിച്ച 2 പേരെ ഇനി പോലീസിന് പിടികൂടാനുണ്ട്. അതിലേക്കുള്ള അന്വേഷണത്തിന് ഇടെയാണ് ഇന്നലെ രാത്രി 2 മണിയോടുകൂടി പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡ് സമീപമുള്ള ലോഡ്ജിൽ ബിനു തോമസ് ഉണ്ട് എന്നതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു നിർണായക നീക്കം നടത്തിയത്. ഇയാൾ ഉപയോഗിച്ചു വന്ന ഒരു രഹസ്യ നമ്പർ, അതിൻ്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ ലോഡ്ജിലേക്ക് ആറന്മുള SI വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വന്നു ചേരുന്നത്. അങ്ങനെ രജിസ്റ്റർ പരിശോധിച്ച് ഇയാൾ താമസിക്കുന്ന മുറി ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ഡോർ തല്ലിപ്പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു. അങ്ങനെ ഇയാളെ പിടികൂടി പ്രതി ഇയാൾ തന്നെയാണ് എന്ന് ഫോട്ടോ കണ്ട് ഉറപ്പിച്ച ശേഷം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇയാളിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. നഷ്ടപ്പെട്ട മാല വിൽപ്പന നടത്തിയ പണം ഉപയോഗിച്ച് ഇയാൾ ടൂർ നടത്തുകയും ബാറിലെത്തി മദ്യപിക്കുകയും ചെയ്തിരുന്നു എന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റു പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സഹായകരമാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത്. ശരി ശരി. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികരണങ്ങളിലേക്ക് കൂടി. ആരുടെ പിന്നിൽ കൂടെ എനിക്കറിയില്ല, മുന്നേ കൂടെ സൈഡിൽ കൂടെ താഴെ വീണല്ലേ? എത്ര പവന്റെ മാലയായിരുന്നു? 3 ആളാണോ പൊട്ടിച്ചതോ? ബൈക്ക് ഇരുന്ന ആള്. ഓടി പറഞ്ഞത് അടിച്ചു. അതിന് മുമ്പ് തന്നെ ഞാൻ ഈ വണ്ടി വന്ന് കറങ്ങിയപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ, അപ്പം ഈ വണ്ടിയുടെ സൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്ന് നോക്കി ഇവന്മാർ നമ്മുടെ വീണ്ടും ഇങ്ങനെ ഒന്ന് കറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മാമ താഴെ കിടക്കുന്നു. ഇവൻ അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ പറിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അന്നേരം ഞാൻ ഒറ്റ ഓടന്ന് കൂടി വെച്ചാൽ എനിക്കൊരു വടി എടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അതാ പറ്റിപ്പോയത്. ഞാൻ വിചാരിച്ച ആൾക്കാരെല്ലാം കൂടെ കൂടി സഹായിക്കുമെന്ന് വെച്ചാൽ, പക്ഷേ ആരും വന്നില്ല. ആ സമയത്ത് ഒരു വണ്ടിക്കാർ പോലും വന്നില്ല. അല്ലെങ്കിൽ അവനെ സൂക്ഷ്മം അന്നേരം തന്നെ പിടിക്കാൻ പറ്റും.